ദിവസം പത്രത്തില് സ്കൂളുകളിൽ ഇടിഞ്ഞും പൊളിഞ്ഞും വീണെന്ന് കാണാം. എന്റെ ഈശ്വര, ഞങ്ങളുടെ സ്കൂൾ ഒന്ന് ഇടിഞ്ഞും പൊളിഞ്ഞു പോണേ. നിങ്ങളെ കാണുന്ന പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രണ്ടുണ്ടാ. പിന്നെ ഞാനന്ന് ചെലപ്പമോൻ ഒന്നും പറയണ്ട. അന്ന് ഞങ്ങൾ ആ ദുഷ്ടന്മാർ എന്തൊക്കെ ചെയ്ത്, എന്നിട്ട് ചെലപ്പമോൻ ഇന്ന് ഇറങ്ങി വന്നോ? എങ്കിൽ നിങ്ങളെക്കാൾ കഷ്ടമായതിന് എന്റെ കാര്യം. എന്റെ മക്കളെ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്റെ സ്ഥിതി. തിരിഞ്ഞാലിടി, മറിഞ്ഞാലിടി, നിന്നാലിടി, ഇരുന്നാലിടി. അവന്മാരെങ്ങനെ വിട്ടാ പറ്റൂല. നീ ഒരു കാന്താരി മുളകിന്റെ അത്രയല്ലേ ഉള്ളൂ. നിന്നെ അവരുടെ കയ്യിലെങ്ങാൻ കിട്ടിയാൽ കഞ്ഞിയിലിട്ട് ഞെരടി കുടിച്ചു കളയും. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യാം. എന്താ? ഞാൻ നിങ്ങളുടെ പിള്ളേച്ചന്റെ അച്ഛനാ. നിങ്ങളും പിള്ളേച്ചനും കൂടി വേറെ വേറെ പിള്ളേരും കൂടെ കൂടി എന്റെ വീടിന്റെ നടയിൽ ഒരു സമരം ചെയ്യണം, എന്നെ വിട്ടുകിട്ടാൻ. പോലീസും ആളുകളും കൂടി കഴിയുമ്പോ ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോരാ. ഇത് ചേപ്പുമാറുന്ന പണിയാ. ആ, അത് പോട്ടെ, വലിയ ചെലവുള്ള പണിയാ. കാശ് വേണം. കാശ് തരാം. ഇതിൽ 50 രൂപ പിള്ളേച്ചന്റെ വീട്ടിൽ കൊടുക്കും, 50 രൂപ നിങ്ങൾ എടുക്കും. പക്ഷെ കാര്യം നടക്കണം. അത് ഞാൻ ഏറ്റു. അമ്മ ധൈര്യമായിട്ട് പോ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. എല്ലാവരും എന്റെ അച്ഛനെന്ന് വിളിച്ചാൽ എങ്ങനെ? അച്ഛൻ എന്റേത് മാത്രമല്ലേ? എന്തൊരന്യായമാണിത്? ആ ഞാൻ ചെറുക്കന് ഇത്ര വലിയ അഹങ്കാരവും. ഒന്നും പറയാതിരിക്കുന്നതാ ഭേദം. ചെല്ലപ്പുള്ളിക്ക് ഇത്രയും മക്കളോ? നിർത്തടാ, ഞാൻ വിളിച്ചോളാം. പിള്ളേടെ അച്ഛൻ സിന്ദാബാദ്, സിന്ദാബാദ്, സിന്ദാബാദ്. പിള്ളേച്ചൻ സിന്ദാബാദ്. തമ്പിമാരെ, തണ്ടന്മാരെ തണ്ടിടിച്ച് സൂപ്പാക്കും. തമ്പിമാരെ, തണ്ടന്മാരെ. ചേച്ചി ഇവിടെ നിന്ന് അണിയാൻ നോക്കി, ഞങ്ങൾ ഇപ്പൊ വരാം. തണ്ടിടിച്ച് സൂപ്പാക്കും. എടാ നമുക്ക് നീ സമരം ചെയ്യോടാ. നൊന്തില്ലയോ? നൊന്തില്ലയോടാ? നൊന്തില്ലയോ? നിനക്ക് സമരം ചെയ്യണോ? അല്ലേടാ?
നിന്നോട് ഞാൻ പറഞ്ഞ അനുസരിക്കില്ലല്ലേ? അച്ഛൻ പറഞ്ഞു ഞങ്ങൾ അത് ചെയ്തത്. പിന്നെ ബോർഡും ബാൻഡും എല്ലാം എഴുതാൻ പണം തന്നത് അച്ഛനാ. അങ്ങനെ അവിടെ കിടന്ന് തല്ലുകൊള്ളാൻ വയ്യെന്നും പറഞ്ഞു. നീ പറയുന്നത് സത്യമാണ്? അമ്മയാണ് സത്യം. പോലെ നൊന്തോ? പിന്നെ തല്ലിയാൻ മതിരിക്കോ? അത് മുട്ടും തവി കൊണ്ടല്ലേ തല്ലിയത്. സാരി, അമ്മ കാര്യം അറിയാതെ തല്ലിയതല്ലേ? എന്ന് ചുമ്മാ പറഞ്ഞ വേദന പോവോ? മോൻ എന്താ വേണ്ടത് പറയും? ഇടിയപ്പം ഉണ്ടാക്കി തരുമോ? ഇടിയപ്പം തന്നെ വേദന മാറൂ? പിന്നെ ഇടിയപ്പം തിന്നാ വേദന പോവുമേ. ഉണ്ടപ്പക്രു എപ്പോഴും പറയും വേദന വരുമ്പോഴൊക്കെ ഇടിയപ്പം തിന്നാ മതിയെന്ന്. ശരി, പിള്ളക്ക് ഇടിയപ്പം കിട്ടി, ഞങ്ങൾക്ക് ഇടിയും കിട്ടി. എന്തൊരനീതി! ചുമ്മാ അല്ല നാം നശിക്കുന്നത്. നിങ്ങൾക്ക് ഇടിയപ്പം ഉണ്ടാക്കി തരാൻ ഞാൻ അമ്മയോട് പറയാം. എന്താ? ആ, രത്നമ്മയുടെ വിളിയിലേ കേൾക്കുന്നത്. ഓടി വന്നടാ, ഓടി. അയ്യേ, പിന്നെയും പിള്ള പറ്റിപ്പോയേ. എല്ലാം മണ്ട ശിരോമണികളാ. കുറച്ച് കൂടുന്നുണ്ട് കളി. പിന്നെ നിങ്ങൾ മാത്രം കളിച്ചു നടന്നാ മതിയോ? നിങ്ങളുടെ കൂടെ കളിക്കാൻ എന്നെ വിളിക്കാത്ത എന്താ? എന്നെ വാരത്തിനുമേ നമുക്ക് അച്ഛനും അമ്മയും കളിക്കാം. നിന്റെ മനസ്സിൽ എന്റെ അടുക്ക വേണ്ട കേട്ടോ. ആ, പിന്നെ നമ്മുടെ കോയ എവിടെ പോയി? അറിഞ്ഞില്ലേ? ഞായറാഴ്ച സുന്നത്താ. ഒന്ന് ചുമ്മാ അറിയടാ. നേരത്ത് ആ ഫാദറില്ലേ, ആ പള്ളിയുടെ അച്ഛൻ അങ്ങനെ കൊടുത്ത ആ മാലയുണ്ട്. അങ്ങനെ അതിന്റെ പ്രകാശം ഇങ്ങോട്ട് നീങ്ങിക്കടാ. നീയെല്ലാം കൂടെ ഒരു മണിക്കൂറിന് നാടകത്തിനുണ്ടെന്നേ. എന്റെ നാടകം പൊളിച്ച് കയ്യിലിന്റെ 125 രൂപയായി പോയി. എന്നിട്ടിപ്പോ ഒരു ഒളിച്ചോട്ടം. അതല്ല, പിന്നെ ഞാൻ പെട്ടെന്ന് സ്കൂളിൽ കൊട വെച്ച് പോയത് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതെടുക്കാൻ പോയതാ. രണ്ടുപേരും ഒന്നിച്ച് കുടവെച്ച് മറക്കുകയും ചെയ്ത് ഒന്നിച്ചോർക്കുകയും ചെയ്ത്. എടാ കൊച്ചുകഴിവീരുകളെ, കക്കാൻ പഠിച്ച നിക്കാനും പഠിക്കണ എന്നെ പോലെ. അപ്പൊ ഞങ്ങൾ പോട്ടെ? പോട്ടെന്നോ? എന്റെ 125 ഉലുവ മേടിച്ചേ പുട്ടും പയവും കുഴച്ചു നിന്നപ്പോഴേ നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നല്ലോ. നിന്നെ കൊണ്ടൊക്കെ കാറ് കൊള്ളിച്ചെങ്കിലും ഞാൻ മുതലാക്കും. എന്റെ 125 രൂപയേ. എല്ലാം കയറിക്കോ, വഴി നോക്കടാ. എങ്ങടാ വണ്ടിക്ക്?